അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. ബഹുമാന്യനായ അധ്യക്ഷൻ എച്ച് മുഹമ്മദ് ബാബു സേഠ്, പ്രിയങ്കരനായ നാസർ ലത്തീഫ് സേഠ്, സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഷാഹിന ടീച്ചർ, സിജിമോൾ ജേക്കബ് ടീച്ചർ, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായ അധ്യാപകരെ, അധ്യാപികമാരെ, രക്ഷകർത്താക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ സ്കൂളിൻ്റെ 62ാമത്തെ വാർഷിക ആഘോഷം മുൻ കൊല്ലങ്ങളെല്ലാം അപേക്ഷിച്ച് വളരെ ഗംഭീരമായി, കളർഫുള്ളായി നടക്കുകയാണ്. അത് നമുക്ക് സന്തോഷത്തിൻ്റേതായ ഒരു അവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ, അതേസമയം തന്നെ അല്പം മുമ്പ് ഇവിടെ നടന്ന ചടങ്ങുകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഓരോരുത്തരും ആ റിട്ടയർ ചെയ്യുന്ന ടീച്ചേഴ്സിനെ കെട്ടിപ്പുണർന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. കാരണം ഷാഹിന ടീച്ചറും സിജിമോൾ ജേക്കബ് ടീച്ചറും ഞാൻ അവിടെ സ്കൂളിൽ സർവീസിലുണ്ടായിരുന്ന കാലം മുതൽക്കേ പരിചയമുള്ള 2 ടീച്ചേഴ്സാണ്. എന്നുവെച്ചാൽ സഹപ്രവർത്തകരായി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നർത്ഥം. അന്ന് മുതൽ തന്നെ ഏറെ അടുത്ത് പരിചയപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത 2 അധ്യാപികമാരാണ് അവർ. നേരത്തെ നാസർ ലത്തീഫ് സേഠ്, ഞാൻ ആ 2 വാക്കുകൾ പറയാനിങ്ങനെ മനസ്സിൽ കരുതി വെച്ചിരുന്നതാണ്. പക്ഷേ നാസർ അത് പൊട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇനി അത് പറയുന്നതിൽ അർത്ഥമില്ല. 2 ആളിനെ കുറിച്ച് നാസർ സേഠ് നടത്തിയ ആ നിരൂപണം വളരെ കറക്റ്റാണ്, 101% കറക്റ്റാണ്. ഷാഹിന ടീച്ചറിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ സിജി ടീച്ചറിൻ്റെ ആ പെരുമാറ്റവും ഒക്കെ ആ 2 വാക്കുകളിൽ ഉൾക്കൊള്ളുന്നതാണ്. ഞാനിങ്ങനെ മനസ്സിലൊന്ന് കോറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നത് പറയാൻ വേണ്ടി. പക്ഷേ നാസർ എൻ്റെ മുമ്പേ അത് പറഞ്ഞു പോയി. അതിന് പൂർണ്ണ പിന്തുണയാണ് ഞാൻ ആ വാക്കിന് നൽകുന്നത് അവർ 2 പേരെയും സംബന്ധിച്ച്. ഇതിൽ ദാറുൽ ഉലൂം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ചതിന് ശേഷമാണ് നേരത്തെ ബാബു സേഠ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്കൂൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത്. കാരണം അന്ന് വൊക്കേഷണൽ രംഗത്തുള്ള സ്കൂളുകൾ പരിമിതമായിരുന്നു. അതിൽ തന്നെ ഏറ്റവും തലയെടുപ്പോടുകൂടി കുട്ടികൾ തന്നെ റാങ്കുകളുമായി കടന്നു വന്നു. അതിനുശേഷം സിജി ടീച്ചർ വന്നു, ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങി. പിന്നെ അവാർഡുകളുടെ ഒരു പ്രവാഹമായിരുന്നു ദാറുൽ ഉലൂമിൽ. ടീച്ചറിന് സ്വന്തമായിട്ടും സ്കൂളിനും വിദ്യാർത്ഥികൾക്കുമൊക്കെയായി ഇങ്ങനെ അവാർഡുകൾ വാരിക്കൂട്ടുകയും ദാറുൽ ഉലൂം എന്ന പേര് ഒന്നുകൂടി പ്രശസ്തിയിലേക്ക് ഉയരുകയും ചെയ്യുന്നതിൽ വലിയ പങ്ക് സിജി ടീച്ചറിനുണ്ട് എന്നുള്ളത് ഒരു ആലങ്കാരിക വാക്കല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അതിന് സിജി ടീച്ചറെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഷാഹിന ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നാസർ സേഠ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒതുങ്ങി മാറി നിൽക്കുമെങ്കിലും വളരെ തന്മയത്വത്തോടുകൂടി തൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിറവേറ്റുകയും ആ രംഗത്തൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാതെ സ്റ്റുഡൻസിനോട് പെരുമാറുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നിലയിൽ കുട്ടികളെ ഏറ്റവും നല്ല നിലയിൽ നയിച്ചു കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് ഷാഹിന ടീച്ചർ VHSയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ നിലയിൽ ഷാഹിന ടീച്ചറും 2 ആളും നേരത്തെ ബാബു സേഠ് സൂചിപ്പിച്ചതുപോലെ സർവീസിൽ കയറിയാൽ സർവീസിൽ നിന്ന് വിരമിക്കാതെ യാതൊരു നിർവാഹവുമില്ല. ആ വിരമിക്കുന്ന പ്രായം വരെ ദൈവം നമുക്ക് ആയുസ് നൽകുകയാണ് എങ്കിൽ വിരമിച്ചേ പറ്റൂ. പക്ഷേ ഇപ്പോൾ വിരമിച്ചു കഴിഞ്ഞ 2 ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ മുമ്പേ പോയ, സർവീസിൽ നിന്ന് വിരമിച്ചു പോയ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ 2 പേരെയും ഹാർദവമായി ഞാൻ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് റിട്ടയർമെൻറ്റോട് കൂടി അങ്ങനെ മുമ്പോട്ട് പോകാം. അലി ഉസ്താദൊക്കെ മുന്നിൽ ഇരിപ്പുണ്ട്, അതിൻ്റെ മുഖ്യ ആളായിട്ട് പ്രവർത്തിക്കുന്നു.
നജ്മ ടീച്ചർ ഇവിടെ എത്തിക്കഴിഞ്ഞു. എല്ലാവരും അതിൽ അംഗങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൈമാറി സന്തോഷങ്ങൾ പങ്കിട്ട് ദുഃഖങ്ങൾ പങ്കിട്ട് അങ്ങനെ പോകുന്ന ഒരു നല്ല ഒരു ടീം ഉണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മളുടെ ഈ പൂർവ്വകാലങ്ങളെ ഓർത്തു പോകാൻ ഉപകാരപ്പെടുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. എനിക്ക് 11:30 മണിക്ക് ഒരു സ്ഥലത്ത് പോകേണ്ടതാണ്. എനിക്ക് വലിയ ഉസ്താദിനും ഞാൻ ബാബുസേട്ടനോട് പറഞ്ഞാണ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഈ പരിപാടി വേഗം നടത്തിച്ച്. കാരണം ഇവർ രണ്ടാളും റിട്ടയർ ചെയ്യുമ്പോൾ 2 വാക്ക് ഈ സദസ്സിൽ പറഞ്ഞില്ലെങ്കിൽ അതൊരു വിഷമമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത്രയേറെ അടുത്ത് ഒരുപാട് നിലയിൽ സ്കൂളിൽ സർവീസിലുള്ളപ്പോൾ പരിചയപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ശിഷ്ടജീവിതം ഏറ്റവും ആരോഗ്യകരവും ഈ സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും വിജ്ഞാന ലോകത്തിനും ഉപകാരപ്പെടുന്ന നല്ല സംഭാവനകൾ ചെയ്തും പൂർണ്ണ ആരോഗ്യത്തോട് മുന്നോട്ട് പോകുവാൻ സർവശക്തൻ രണ്ടാളെയും അനുഗ്രഹിക്കുമാറട്ടെ എന്ന് മനസ്സിൽ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ കലാലയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ബാബുസേട്ടിൻ്റെയും അതുപോലെ തന്നെ മറ്റ് നാസർ സേട്ടിൻ്റെയും ഒക്കെ ആ ട്രസ്റ്റിൻ്റെ സമ്പൂർണമായ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇത് തുടങ്ങിവെച്ച ബാബുസേട്ടിൻ്റെയും പിതാവും മാതാവുമായിട്ടുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം ധന്യമാക്കി കൊടുക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും.